السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين. أما بعد، يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. പ്രിയപ്പെട്ട സദസ്യരെ, ഇമാം അൽ ബുഖാരി റഹിമഹുള്ളയുടെ ഒരു പ്രശസ്തമായ ഹദീസ് ഗ്രന്ഥം അൽ അദബുൽ മുഫ്രദ് എന്നതിലെ സഹീഹായ ഹദീസുകളാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കിതാബിലെ അടുത്ത ബാബ് ബാബു റഹ്മത്തിൽ ബഹായിം. കഴിഞ്ഞ ബാബുകളിൽ കുട്ടികളോട് കാണിക്കുന്ന കനിവും കാരുണ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. ഈ ബാബിൽ റഹ്മത്തുൽ ബഹായിം, മൃഗങ്ങളോട് കാണിക്കുന്ന കാരുണ്യവുമായി ബന്ധപ്പെട്ട് അത് ഇസ്ലാമിൽ എന്താണ്, അതിന് പ്രതിഫലമുള്ളതാണോ, അല്ലെങ്കിൽ കാരുണ്യം കാണിക്കേണ്ടതുണ്ടോ എന്നീ കാര്യങ്ങൾ. عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال. أبو هريرة رضي الله عنه ذكرنا حديث النبي صلى الله عليه وسلم പറഞ്ഞു, بينما رجل يمشي بطريق. ഒരിക്കൽ ഒരു വ്യക്തി ഒരു വഴിയിലൂടെ നടന്നു പോവുകയാണ്. ഇഷ്തദ്ദ ബിഹിൽ ആതഷ്, അവന് ദാഹം കഠിനമായി, വളരെയധികം ദാഹം അനുഭവപ്പെട്ടു. ഫവജദ ബിറൻ ഫനസല ഫീഹാ, അങ്ങനെ ദാഹം കഠിനമായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു കിണറിനെ കാണുകയും ആ കിണറിലേക്ക് ഇറങ്ങി അതിൽ നിന്ന് വെള്ളം എടുക്കാൻ വേറെ സൗകര്യങ്ങളൊന്നുമില്ല, അതുകൊണ്ട് തന്നെ അതിലേക്ക് കുറച്ച് കഷ്ടപ്പെട്ട് ഇറങ്ങി അതിൽ നിന്ന് ഫശരിബത്തും മഖറജ, അതിൽ നിന്ന് വെള്ളം എടുത്ത് കുടിച്ചു, എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഫൈദാ കൽബുൻ യൽഹദ്, അങ്ങനെ പുറത്തിറങ്ങി നിൽക്കുന്ന സന്ദർഭത്തിൽ അവിടെ ഒരു നാവ് നീട്ടിക്കൊണ്ട് വെള്ളത്തിന് ദാഹിച്ചിട്ടുള്ള അവസ്ഥയിൽ നാവ് നീട്ടി, ഇങ്ങനെ നായ്ക്കൾക്ക് ഉണ്ടാകുന്ന രീതി ഉണ്ടല്ലോ, അതാണ് എൽഹത്ത് എന്ന് പറയാം. ഇങ്ങനെ ആ നാവ് കൊണ്ട് കാണിക്കുന്ന ദാഹം കാരണത്താൽ ആ നായ മണ്ണൊക്കെ ഇങ്ങനെ നാവ് കൊണ്ട് നക്കി തിന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു. അത്രയും ദാഹിച്ച് വലഞ്ഞ് അങ്ങനെ നിൽക്കുന്ന അവസ്ഥ. ഫഖാല റജുൽ, അപ്പൊ ഈ വ്യക്തി സ്വന്തത്തിനോട് പറഞ്ഞു, ആ വ്യക്തി സ്വന്തത്തിനോട് പറഞ്ഞു, ലഖദ് ബലഗ ഹാദൽ കൽബ് മിനൽ അത്ഷ് മിസ്ലു അല്ലദീ കാന ബലഗനി. ഈ നായ കുറച്ചു മുമ്പ് ഞാൻ എങ്ങനെയാണോ ദാഹം അനുഭവിച്ചത്, എത്രത്തോളം ദാഹം എനിക്ക് അനുഭവപ്പെട്ടു, എത്രത്തോളം കഠിനമായിട്ടുണ്ടായിരുന്നുവോ അതുപോലെയാണ് ഈ ഒരു നായവും ഇപ്പൊ അനുഭവിക്കുന്നത് എന്ന് സ്വന്തത്തിൽ ഇങ്ങനെ പറഞ്ഞു. ഫനസലൽ ബിഅറ ഫമലഅ ഖുഫഹു, അങ്ങനെ വീണ്ടും ആ കിണറിലേക്ക് ഇറങ്ങുകയും വെള്ളം കോരാൻ വേറെ പാത്രമോ സൗകര്യമൊന്നും കിട്ടിയില്ല. അപ്പൊ ആ വ്യക്തിയുടെ കയ്യിലുണ്ടായിരുന്നത് കാലിൽ ധരിക്കുന്ന ഇന്ന് കാലത്തെ ഷൂ പോലെ, എന്നാൽ ഒന്നുകൂടി കയറി നിൽക്കുന്ന അവസ്ഥയിലുള്ള ഒരു കാര്യമുണ്ട്, അതാണുള്ളത്. ആ ഹുഫയിൽ വെള്ളം നിറച്ചു. തുമ്മ അംസകഹു ബിഫീഹി, എന്നിട്ട് ആ കിണറിൽ എന്തെങ്കിലും കൊത്തി പിടിച്ചിട്ടാവും മേലേക്ക് കയറുക. അപ്പോൾ രണ്ട് കൈ കൊണ്ട് പിടിച്ചിട്ട്, ഒരു കയ്യിൽ ഇതും പിടിച്ചിട്ട് കയറാൻ പറ്റില്ല. അപ്പോ വെള്ളം ആ ഷൂ പോലെയുള്ളതിൽ കോരിയെടുത്ത് അത് വായിൽ കടിച്ചു പിടിച്ച് എന്തു ചെയ്തു, അതിനെ അത് കിണറിൽ നിന്ന് പുറത്തേക്ക് വന്ന് ഫസഖ അൽ കൽബ്, ആ നായയെ കുടിപ്പിച്ചു, ആ നായക്ക് കുടിക്കാൻ കൊടുത്തു. ഫശക്കറല്ലാഹു ലഹു, ഈ ഒരു കാര്യം, ഈ ഒരു പ്രവൃത്തി ചെയ്തതിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നെങ്കിൽ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് നന്ദി കാണിച്ചു, അല്ലെങ്കിൽ അള്ളാഹുവിനെ സ്തുതിക്കുകയും ചെയ്തു. അവനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല നന്ദി കാണിച്ചു. ഫഗഫറ ലഹു, അവൻ എന്ത് ചെയ്തു, പാപങ്ങൾ പുറത്തു കൊടുക്കുകയും ചെയ്തു. അപ്പോ ഒരു മൃഗം താൻ അനുഭവിച്ച പോലെയുള്ള ഒരു ദാഹവും അവസ്ഥയും അനുഭവിച്ച് കണ്ടപ്പോൾ എന്തുണ്ടായി, ആ മൃഗത്തിന് വെള്ളം കൊടുക്കാനും ആ വ്യക്തി കാണിച്ച മനസ്സിന്റെ ഫലമായിട്ട് അതിന് ഒരു നന്മ ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകളോട് നന്ദി കാണിക്കുന്നവനാണ്. അല്ലാഹുവിന്റെ നാമങ്ങളിൽ ഒരു നാമമാണ് ഷക്കൂർ എന്നുള്ളത്.
അടിമകൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് അള്ളാഹു ഇങ്ങോട്ട് നന്ദി കാണിച്ചു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെ അവന്റെ പാപങ്ങൾ പുറത്തു കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഒരു സംഭവം സഹാബികളോട് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ ചോദിച്ചു, ഖാലു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, വഇന്ന ലനാ ഫിൽ ബഹാഇമി അജ്റൻ, മൃഗങ്ങൾക്ക് എന്തെങ്കിലും നന്മ ചെയ്താലും ഞങ്ങൾക്ക് പ്രതിഫലമുണ്ടോ റസൂലേ എന്ന് ചോദിച്ചു. മൃഗങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുത്താലും ഞങ്ങൾക്ക് പ്രതിഫലമുണ്ടോ എന്ന് ചോദിച്ചു. ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫി കുല്ലി കബ്ദിൻ ഖത്ബത്തിൻ അജ്റുൻ, ഏതൊരു പച്ചക്കരളുള്ള ജീവിയോട് കാണിക്കുന്ന ആ ഒരു നന്മക്കും, ഏതൊരു പച്ചക്കരളുള്ള ജീവിയോട് കാണിക്കുന്ന ആ നന്മക്കും പ്രതിഫലമുണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അപ്പോൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കഴിഞ്ഞ ബാബുകളിലെല്ലാം പറഞ്ഞു, മനുഷ്യരോട് കാണിക്കുന്ന കാരുണ്യം, കുട്ടികളോട് കാണിക്കുന്ന കാരുണ്യം, അതുപോലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ മൃഗങ്ങളോട് കാരുണ്യം കാണിക്കുന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് പ്രതിഫലം ലഭിക്കുന്ന ഒരു കാര്യമാണ്. അത് ഏതൊരു ജീവിയാകട്ടെ, പച്ചക്കരളുള്ള ജീവനുള്ള ഏതൊരു ജീവിയോടും കാരുണ്യം കാണിക്കുന്നതും അതിനെ ഭക്ഷിപ്പിക്കുന്നതും അല്ലെങ്കിൽ അതിന് പാനീയം നൽകുന്നതും അല്ലെങ്കിൽ അതിന് വെള്ളം കുടിക്കാൻ നൽകുന്നതും അല്ലെങ്കിൽ ആ തരത്തിലുള്ള അതിന് എന്തെങ്കിലും രീതിയിൽ അതിന് ഉപകാരം ചെയ്യുക, അങ്ങനെയുള്ള തരത്തിൽ മനുഷ്യന് ഉപദ്രവമല്ലാത്ത ജീവികൾക്ക് ഈ തരത്തിൽ കാരുണ്യം കാണിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നമുക്ക് കാരുണ്യം ലഭിക്കാനും പ്രതിഫലം ലഭിക്കാനും നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ പോലും കാരണമാകുന്ന ഒരു നന്മയാണ്. ഒരു മുസ്ലിം നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു ജീവിക്ക് നന്മ ചെയ്യാൻ കിട്ടുന്ന അവസരമാണെങ്കിലും അത് നഷ്ടപ്പെടുത്താൻ പാടില്ല. അത് നമുക്ക് അല്ലാഹുവിൽ നിന്ന് പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ്. عن عبد الله بن عمر أن رسول الله صلى الله عليه وسلم قال, عبد الله بن عمر رضي الله عنه ذكر النبي صلى الله عليه وسلم പറഞ്ഞു, عذبت امرأة في هرة, ഒരു സ്ത്രീ ശിക്ഷിക്കപ്പെട്ടു ഒരു പൂച്ചയുടെ വിഷയത്തിൽ ഒരു സ്ത്രീ ശിക്ഷിക്കപ്പെട്ടു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്താ കാരണം? ഹബസത്ഹാ ഹത്താ മാതത് ജൂഅൻ, ആ പെണ്ണ്, ആ സ്ത്രീ പൂച്ചയെ തടഞ്ഞു വെച്ചു, കെട്ടിയിട്ടു അല്ലെങ്കിൽ കൂട്ടിലാക്കി വെച്ചു ഒരവസ്ഥയിൽ. വിശപ്പ് കാരണത്താൽ അത് ചത്തുപോകുന്നത് വരെ ഒരു പൂച്ചയെ ഏതെങ്കിലും തരത്തിൽ തടഞ്ഞു വെച്ചു, ഒന്നെങ്കിൽ കെട്ടിയിട്ടിട്ടോ അല്ലെങ്കിൽ കൂട്ടിലാക്കിയിട്ടോ വെച്ചു, ഭക്ഷണം ഒന്നും കൊടുക്കാതെ അത് വിശപ്പ് കാരണത്താൽ ചത്തുപോകുന്നത് വരെ അതിനെ കെട്ടിയിട്ടു, തടഞ്ഞു വെച്ചു. ഫദഖലത് ഫീഹാ അന്നാർ, ആ ഒരു വിഷയത്തിൽ ആ പെണ്ണ് നരകത്തിൽ പ്രവേശിക്കേണ്ടായി. യുഖാൽ വല്ലാഹു അലം, ആ പെണ്ണിനോട് പറയപ്പെടുകയാണ്, ലാ അൻതി അത്അംതിഹാ വലാ സഖൈതിഹാ ഹീന ഹബസ്തിഹാ, നീ ആ പൂച്ചയ്ക്ക് ഭക്ഷണം നൽകിയില്ല, അതിന് വെള്ളം നൽകിയില്ല, വെള്ളം കുടിപ്പിച്ചില്ല, നീ അതിനെ തടഞ്ഞു വെച്ചപ്പോൾ. മൃഗത്തിനെ, ആ പൂച്ചയെ തടഞ്ഞു വെച്ച സമയത്ത് നീ എന്ത് ചെയ്തില്ല? അതിന് ഭക്ഷണം നൽകിയില്ല, വെള്ളം നൽകിയില്ല. വലാ അൻതി അർസൽതിഹാ ഫഅകലത് മിൻ ഖശാശിൽ അർദ്, പോട്ടെ, നീ കൊടുത്തില്ല, നീ എന്ത് ചെയ്തില്ല? അതിന് അതിൻ്റെതായ രീതിയിൽ എന്തെങ്കിലും ജന്തുക്കളെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആ പൂച്ച ഭക്ഷിക്കാൻ യോഗ്യമായിട്ട് എന്തിനെങ്കിലും സ്വയം തേടിപ്പോയി എടുക്കാനും തിന്നാനും നീ അനുവദിക്കുകയും ചെയ്തില്ല, തടഞ്ഞു വെച്ചു. അന്ന് ഒന്നെങ്കിൽ തടഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നീ തിന്നാൻ കൊടുക്കണം, അതിന് കുടിക്കാൻ കൊടുക്കണം. നീ അത് ചെയ്തില്ല എന്ന് മാത്രമല്ല, അതിന് പുറത്തുപോയി അതിന്റെ തീറ്റ നേടാനുള്ള അവസരവും നീ നിഷേധിച്ചു എന്ന് ആ പെണ്ണിനോട് പറയപ്പെടുമെന്നാണ്. അപ്പൊ കഴിഞ്ഞ ഹദീസിൽ ഒരു മൃഗത്തിനോട്, ഒരു നായയോട് കനിവ് കാണിച്ചതിന്റെ പേരിൽ, കാരുണ്യം കാണിച്ചതിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുത്ത ഒരു സംഭവമാണ് പറഞ്ഞതെങ്കിൽ, ഈ ഹദീസിൽ പറയുന്ന വിഷയം ഒരു പൂച്ചയുടെ വിഷയത്തിൽ, ആ പൂച്ചയ്ക്ക് ആ പൂച്ചയുടെ പ്രകൃതിയാ തീറ്റ തേടാനും അതിന് ഭക്ഷിക്കാനുമുള്ള എല്ലാ സാഹചര്യങ്ങളുമുണ്ട്. അതൊക്കെ തടഞ്ഞു വെച്ചിട്ട് അതിന് പിന്നെ വെള്ളവും ഭക്ഷണമൊന്നും കൊടുക്കാതെ ചത്തുപോയിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരി ആയതുകൊണ്ട്, ആ ഒരു കാര്യം ചെയ്തതുകൊണ്ട് ഈ പൂച്ചയ്ക്ക് ശിക്ഷ ലഭിച്ചിട്ടുണ്ട്. അപ്പോ മൃഗങ്ങളോട് അതിന്റെ അവകാശങ്ങൾ നൽകാതെ, ഇപ്പൊ നമുക്ക് മൃഗങ്ങളെ വളർത്താം, അത് തെറ്റല്ല, ഇസ്ലാമിൽ പറയുന്നുണ്ട്. ഒരു പക്ഷിയെ കൂട്ടിലിട്ട് വളർത്താം, അല്ലെങ്കിൽ മത്സ്യത്തിനെ അക്വേറിയത്തിലിട്ട് വളർത്താം, അല്ലെങ്കിൽ ഏതെങ്കിലും വളർത്തൽ അനുവദീയമായിട്ടുള്ള മൃഗങ്ങളെ കൂട്ടിലിട്ട് വളർത്താം. അതൊന്നും തെറ്റല്ല, അതൊന്നും കുഴപ്പമില്ലാത്ത കാര്യമാണ്. പക്ഷെ എന്ത് വേണം? അതിന് തിന്നാനും കുടിക്കാനുള്ളത് കൊടുക്കണം. അതിന് നമുക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ അതിനെ തുറന്നു വിടണം.
അത് എങ്ങനെയെങ്കിലും തിന്നെ കുടിക്കുകയെ എന്താ ആവട്ടെ എന്ന നിലക്ക് അതിനെ തുറന്നു വിടണം. ഈ രണ്ടാമതൊരു കാര്യം ചെയ്യണം. അപ്പൊ അതിന്റെ അവകാശത്തെ തടഞ്ഞു വെച്ചത് കൊണ്ട് തന്നെ, അതിന് നൽകേണ്ടത് നൽകാത്തത് കൊണ്ട് തന്നെ ആ പെണ്ണിന് കുറ്റമുണ്ടായി. അപ്പോൾ മൃഗങ്ങളുടെ വിഷയത്തിലും നമുക്ക് പ്രതിഫലവുമുണ്ട്, നമുക്ക് കുറ്റവും ലഭിക്കുന്ന അവസ്ഥയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ ബാബിൽ അടുത്ത ഹദീസ് അൻ അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഇർഹമു തുർഹമു. പൊതുവായിട്ടുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ കാരുണ്യം കാണിക്കുക, നിങ്ങളോട് കാരുണ്യം കാണിക്കപ്പെടും. നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള സൃഷ്ടികളോട്, അത് മനുഷ്യരാവട്ടെ മൃഗങ്ങളാവട്ടെ കുട്ടികളാവട്ടെ, അവരോട് കാരുണ്യം കാണിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കാരുണ്യം കാണിക്കും. വഗ്ഫിറൂ യഗ്ഫിറില്ലാഹു ലക്കും. നിങ്ങൾ പുറത്തു കൊടുക്കുക, നിങ്ങളോട് ഉപദ്രവം ചെയ്ത, നിങ്ങളോട് തെറ്റ് ചെയ്ത ആളുകൾക്ക് നിങ്ങൾ പുറത്തു കൊടുക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പുറത്തു നൽകും. അപ്പോൾ മുമ്പ് പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ യജമാനനായിരിക്കെ, നമ്മളെ സൃഷ്ടിച്ചവനായിരിക്കെ, നമുക്ക് ഉപജീവനം നൽകിയവനായിരിക്കെ നമ്മൾ പാപം ചെയ്തു പോകുന്നുണ്ട്. എന്നിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുന്നുണ്ട്. അപ്പൊ നമ്മുടെ കീഴിലുള്ള ആളുകൾ ആരെങ്കിലും തെറ്റുകൾ ചെയ്യുകയാണ് എങ്കിൽ അത് പുറത്തു കൊടുക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു നൽകും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാശം. വൈൽ എന്ന് പറഞ്ഞാൽ നാശം, ദുഃഖം, ഖേദം എന്നെല്ലാം അർത്ഥത്തിൽ. ആർക്കാണത്? ലി അഖ്മാഇൽ ഖൗൽ. അഖ്മാഅ് എന്ന് പറഞ്ഞാൽ വെള്ളമെല്ലാം കോരുന്ന ഒരു ഉപകരണം പോലെയുള്ളതാണ്. എടുത്തിങ്ങനെ കോരിയെടുക്കുന്ന, ഒന്നും അതിൽ സൂക്ഷിച്ചു വെക്കില്ല, അതിങ്ങനെ കോരി ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ്. ഇവിടെ അഖ്മാഇൽ ഖൗൽ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഉപദേശങ്ങളോ അറിവോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ അതൊന്നും ജീവിതത്തിൽ പകർത്താത്ത, പഠിക്കാത്ത, നമ്മൾ സാധാരണ പറയുന്ന ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ കളയുന്ന ആളുകൾക്കാണ് അഖ്മാഉൽ ഖൗൽ എന്ന് പറയുക. എന്തെങ്കിലും ഒരു കാര്യം കേൾക്കാൻ നിൽക്കൂല, കേട്ട് കഴിഞ്ഞാൽ അതിനൊരു ഉപകാരം എടുക്കൂല, അത് ജീവിതത്തിൽ പകർത്തൂല, എന്തെങ്കിലും ഒരു കാര്യം ഒഴിവാക്കാനാണെങ്കിൽ അത് ചെയ്യൂല, ഒന്നും ചെയ്യാതെ വെറും കേട്ട് വിടുന്ന ആളുകൾക്കാണ് അഖ്മാഉൽ ഖൗൽ എന്ന് പറയുക. അങ്ങനെയുള്ള ആളുകൾക്ക് നാശം എന്ന് പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ പറയാണ്, വൈലുൽ ലിൽ മുസിദ്ദീന അല്ലദീന യുസിറൂന അലാ മാ ഫഅലു വഹും യഅലമൂൻ. ചെയ്തുകൊണ്ടിരിക്കുന്ന പാപങ്ങൾ അതിൽ മുസിറായിക്കൊണ്ട്, മുസിർ എന്ന് പറഞ്ഞാൽ ആ പാപത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കുക, ആ പാപത്തിൽ നിന്ന് ഇസ്തിഗ്ഫാർ ഇല്ല, തൗബയില്ല, അത് നിർത്താൻ വേണ്ടി പരിശ്രമിക്കുന്നില്ല, അതിന്റെ സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിവാകുന്നില്ല, അത് ചെയ്യാതിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, അങ്ങനെ പാപങ്ങളിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്ന ആളുകൾക്കാണ് മുസിർ എന്ന് പറയുക. അങ്ങനെ താൻ ചെയ്യുന്ന പാപങ്ങളിൽ അത് തെറ്റാണ് എന്നറിഞ്ഞ്, അത് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ്, അള്ളാഹു വിരോധിച്ചതാണ് എന്നറിഞ്ഞിട്ട് അതിൽ തുടരുന്ന ആളുകൾക്കും നാശം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്. അപ്പോ ആ പാപം സംഭവിക്കുന്ന മനുഷ്യരാണ്, പാപങ്ങൾ സംഭവിക്കും. പക്ഷെ ഒരിക്കലും പാപത്തിൽ അത് പാപമാണ്, തെറ്റാണ് എന്ന് അറിഞ്ഞുകൊണ്ട് അതിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്ന അവസ്ഥ അപകടമാണ്. ഇപ്പൊ തൗബ തന്നെ, ഇസ്തിഗ്ഫാറും തൗബയും തന്നെ ആർക്കാണ് ഉള്ളത് എന്ന് പറയുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞൊരു വാക്കുണ്ട്. സൂറത്ത് ആലി ഇംറാനിലെ 135-ാമത്തെ ആയത്തിൽ തൗബയുടെയും ഇസ്തിഗ്ഫാറിന്റെയും മഹത്വം പറഞ്ഞുകൊണ്ട് അല്ലാഹു പറയാണ്, ആർക്കാണ് തൗബയുള്ളത്? വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ. ആർക്കാണ് തൗബ? താൻ ചെയ്യുന്ന പാപങ്ങൾ അത് പാപമാണ് എന്ന വ്യക്തമായ ബോധ്യത്തോടുകൂടി അതിൽ തുടരാത്ത ആളുകൾക്കാണ്, അതിൽ തുടർന്നുകൊണ്ടിരിക്കാത്ത ആളുകൾക്കാണ് ഈ പാപം ജലവും തൗബയും അല്ലാഹു തആല വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. ഇബ്നു റജബ് അൽ ഹംബലി അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരിയിൽ, ഇബ്നു റജബ് അൽ ഹംബലി സഹീഹ് ബുഖാരിക്ക് ഒരു ശർഹ് എഴുതിയിട്ടുണ്ട്. ഫത്ഹുൽ ബാരി ഇബ്നു ഹജർ അൽ അസ്ഖലാനിയുടെ അല്ല, ഇബ്നു ഹജർ അൽ ഹംബലി എഴുതിയിട്ടുണ്ട്. പക്ഷേ അത് പൂർത്തീകരിച്ചിട്ടില്ല. കിതാബുൽ ജനായിസോ മറ്റോ മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള, ജനാസയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അത് വിശദീകരിക്കുന്ന സമയത്തിന് മുമ്പ് ആ സമയത്ത് അദ്ദേഹം മരണപ്പെടുകയുണ്ടായി. അപ്പോൾ പരിപൂർണമാകാത്ത ഒരു ശർഹ് ഉണ്ട് ഇബ്നു റജബ് ഹംബലിക്ക് സഹീഹ് ബുഖാരിയുടെ. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഈ ഹദീസിനെ പറഞ്ഞുകൊണ്ട്, അന്നൽ ഇസ്റാറ അലൽ മആസി, അല്ലെങ്കിൽ ഈ ആയത്തിനെ പറഞ്ഞുകൊണ്ട് പറയാണ്, പാപങ്ങളിൽ മുസിറാവുക, തുടരുക എന്നുള്ളത് വശുഅബിൻ നിഫാഖ് മിൻ ഗൈരി തൗബത്തിൻ, അത് നിഫാഖിന്റെ അടയാളമാണ്, തൗബ ലഭിക്കാത്ത നിഫാഖിന്റെ അടയാളമാണ്. യുഖ്ശാ മിൻഹാ അൻ യുആഖിബ സാഹിബഹാ ബിസൽബിൽ ഈമാൻ ബിൽ കുല്ലിയ, ഭയപ്പെടേണ്ട ഒരു കാര്യമാണ് പാപത്തിൽ തുടരുന്ന ആളിൽ നിന്ന്
ഈമാൻ പൂർണ്ണമായി ഊരിയെടുക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകും. വബിൽ വുസൂലി ഇലൽ നിഫാഖിൽ ഖാലിസ് വഇലാ സൂഇൽ ഖാതിമ, അങ്ങനെ പൂർണ്ണമായ നിഫാഖിലേക്ക്, കപടതയിലേക്ക് അവൻ എത്തിച്ചേരുകയും അവന്റെ മരണം അവസാനം ഏറ്റവും മോശമായി തീരുകയും ചെയ്യും. നഊദു ബില്ലാഹി മിൻ ദാലിക്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അതിൽ നിന്ന് രക്ഷ തേടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്നു റജബ് പറയുകയാണ്, കമാ യുഖാൽ ഇന്നൽ മആസി ബരീദുൽ കുഫ്ർ. ഉലമാക്കൾ പറയാറുണ്ട് പാപങ്ങൾ എന്നുള്ളത് കുഫറിന്റെ ദൂതനാണ് എന്നുള്ളത്. കുഫർ എത്തിച്ചു കൊടുക്കുന്ന, കുഫറിലേക്ക് എത്തിക്കുന്ന ഒരു ദൂതനാണ് പാപങ്ങൾ എന്ന് ഉലമാക്കൾ പറയാറുണ്ട്. അതായത് ഒരാൾ പാപത്തിൽ തുടർന്നു കഴിഞ്ഞാൽ, ഇപ്പൊ പാപം സംഭവിച്ചു പോകുന്നതും പാപത്തിൽ തുടരുന്നതും രണ്ടാണ്. ഒരാൾക്ക് ഏതെങ്കിലും ഒരു നിമിഷത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ശഹവത്തിന്റെ ആധിക്യത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക ഒരു സാഹചര്യത്തിൽ പാപം സംഭവിച്ചു പോകുന്നതും, ഒരാൾ ഒരു പാപത്തിൽ അത് പാപമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തുടർന്നുകൊണ്ടേയിരിക്കുന്നതും രണ്ടാണ്. അങ്ങനെ പാപത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത് നിഫാഖിലേക്കും പിന്നീട് കുഫറിലേക്കും, അങ്ങനെ അവന്റെ അവസാനം അവന്റെ മരണം ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലേക്കും എത്തിച്ചേരാനാണ് സാധ്യതയുള്ളത്, അവൻ ആത്മാർത്ഥമായിട്ട് നിർത്തി തൗബ ചെയ്ത് മടങ്ങിയിട്ടില്ല എങ്കിൽ. അതുകൊണ്ടാണ് ഈ ഹദീസിൽ മുസ്ലിമായി പാപം ചെയ്യുന്നവർക്ക് നാശം എന്ന് പറയാനുള്ള കാരണം ഖുർആനിൽ ആയത്തിലും വന്നിട്ടുണ്ട്. ഇവിടെ ബാബുമായി ബന്ധപ്പെട്ട വിഷയം ആദ്യത്തെ 2 കാര്യങ്ങളാണ്. നിങ്ങൾ കാരുണ്യം കാണിക്കുക, നിങ്ങളോട് അള്ളാഹു കാരുണ്യം കാണിക്കപ്പെടും, നിങ്ങൾ പുറത്തു കൊടുക്കുക, അള്ളാഹു നിങ്ങൾക്കും പുറത്തു നൽകും എന്നുള്ളത്. അടുത്ത ഹദീസ് അബീ ഉമാമത റളിയല്ലാഹു അൻഹു قال رسول الله صلى الله عليه وسلم من رحم ولو ذبيحة رحمه الله يوم القيامة. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരാണോ കാരുണ്യം കാണിക്കുന്നത്, വലൗ ദബീഹതൻ, അറുക്കാൻ പോകുന്ന ഒരു മൃഗത്തിനോടാണെങ്കിലും, ഒരു മൃഗത്തെ അറുക്കാൻ വിചാരിക്കുക, ആ അറുക്കാൻ പോകുന്ന മൃഗത്തിനോട് കാണിക്കുന്ന കാരുണ്യത്തിന് പോലും റഹിമഹുല്ലാഹു യൗമൽ ഖിയാമ, നാളെ പരലോകത്ത് അവന് അതിനുവേണ്ടി കാരുണ്യം കാണിക്കപ്പെടും. അതിനുവേണ്ടി കാരുണ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് കാരുണ്യം കാണിക്കുമെന്ന്. അപ്പോൾ ആലോചിച്ച് നോക്കി, നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ പറഞ്ഞു, അറുക്കാൻ പോകുന്ന മൃഗത്തിനോട് കാരുണ്യം എന്താണ്? അതിന്റെ മുമ്പിൽ വെച്ചിട്ട് കത്തി മൂർച്ച കൂട്ടരുത്, മറ്റൊരു മൃഗത്തെ അതിന്റെ മുമ്പിൽ വെച്ച് അറുക്കരുത്, അങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ അതിന് പെട്ടെന്ന് അതിന്റെ റൂഹ് പോകുന്ന രീതിയിൽ, മരണം വരിക്കുന്ന രീതിയിൽ അതിനെ അറുക്കണം, ഏറ്റവും നല്ല രീതിയിൽ അറുക്കണം, മൂർച്ച കൂട്ടി കത്തി കൊണ്ട് അറുക്കണം, അങ്ങനെ ഒരുപാട് രീതികളുണ്ട്. അത് അതിനോട് കാണിക്കുന്ന കാരുണ്യമാണ്. അപ്പൊ അതിനോട് പോലും കാരുണ്യം കാണിക്കുന്നവന് നാളെ പരലോകത്ത് അല്ലാഹു കാരുണ്യം കാണിക്കും. നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, വെള്ളം കൊടുത്ത നായ്ക്ക് വെള്ളം കൊടുത്ത ഹദീസ്, അതിന് വിശദീകരിക്കുന്നിടത്ത് താബീങ്ങളിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, ആരെങ്കിലും പാപങ്ങൾ അധികരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവൻ ആളുകളെ വെള്ളം കുടിപ്പിക്കട്ടെ, അഥവാ ആളുകൾക്ക് വെള്ളം ലഭിക്കാനുള്ള അവസരം ഉണ്ടാകട്ടെ. ഒന്നുകിൽ വെള്ളം കൊടുക്കുക, അല്ലെങ്കിൽ വെള്ളം ലഭിക്കുന്ന കിണർ കുഴിച്ചു കൊടുക്കുക. ഏറ്റവും അഫ്ളലായിട്ടുള്ള സ്വതക്ക വെള്ളം നൽകലാണ്, കുടിക്കാൻ വെള്ളം നൽകലാണ്. അപ്പോ ആ വെള്ള സൗകര്യം അത് ഒരുക്കി കൊടുക്കുക, അല്ലെങ്കിൽ കുടിക്കാനുള്ള വെള്ളം നൽകുക, ഇത് നൽകട്ടെ എന്ന് താബീങ്ങൾ പറയുന്നു. എന്താണെന്ന് വെച്ചാൽ ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറയും, ഒരു നായ്ക്ക് വെള്ളം കൊടുത്തുകൊണ്ട് അല്ലാഹു തആല എന്ത് ചെയ്തിട്ടുണ്ട്? ഒരാൾക്ക് പാപങ്ങൾ പുറത്തു കൊടുത്തിട്ടുണ്ട്. അപ്പൊ മനുഷ്യർക്ക് കുടിക്കാൻ കൊടുത്താലോ അല്ലാഹു സുബ്ഹാനഹു വ തആല അത്രയും കാരുണ്യവും പാവം കൊടുക്കാൻ കാരണമാകുന്ന കാര്യമാണ് എന്ന് പറഞ്ഞു കാണാം. അപ്പൊ ഏതൊരു ജീവിയോടും, ഒരു മൃഗത്തിനോട് കാരുണ്യം കാണിക്കുകയാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് പകരമായി നമ്മോട് കാരുണ്യം ചൊരിയുന്നതാണ്. അടുത്ത ബാബു അഖ്ദിൽ ബീദ് മിനൽ ഹമ്മറ. ഒരു ഹമ്മറ എന്ന് പറഞ്ഞാൽ കുരുവിയെ പോലെയുള്ള ചെറിയ ഒരു പക്ഷിക്കാണ് പറയുന്നത്. ആ പക്ഷിയുടെ മുട്ടകൾ അത് എടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബാബാണ്. അങ്ങനെ ഒരു ഹദീസ് വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായിട്ടും ചില മനുഷ്യർക്കൊക്കെ അവർ ചിന്തിക്കുന്നുണ്ടാവുക, വേറെ വല്ല മൃഗത്തിന്റെയും കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പക്ഷിയുടെ അതിന്റെ മുട്ട അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ, അതൊന്നും ജീവനില്ലാത്ത അല്ലെങ്കിൽ മനുഷ്യരല്ലല്ലോ, അതൊക്കെ എന്താണെങ്കിലും അതിനൊരു കുഴപ്പമില്ലല്ലോ എന്നുള്ള നിലയ്ക്ക് അതിനെ ഉപദ്രവിക്കാം, നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം എന്ന നിലക്കൊക്കെ ചെയ്യുന്നത് കാണാം. അങ്ങനെ ഒരു സംഭവമാണിത്. അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം നസല മൻസിലൻ. ഒരു യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ഒരു സ്ഥലത്ത് ഇറങ്ങി. അവർ യാത്രയിൽ വിശ്രമിക്കാനോ അല്ലെങ്കിൽ മറ്റു പല ആവശ്യങ്ങൾക്ക് സംഭരിക്കാനോ ആയിട്ട് സ്ഥലത്ത് ഇറങ്ങി. ആ സമയത്ത് പിന്നെ അതിലുണ്ടായിരുന്ന ഒരു വ്യക്തി അവിടെ ഉണ്ടായിരുന്ന ഈ കുരുവി പോലെയുള്ള ഈ ചെറിയ പക്ഷിയുടെ കൂട്ടിൽ നിന്ന്
അതിന്റെ മുട്ടകൾ എടുത്തു, അതിന്റെ മുട്ട എടുത്തു, അതിന്റെ കൈവശം വെച്ചു. فجاءت ترف على رأس رسول الله صلى الله عليه وسلم. ആ സമയത്ത് ഈ പക്ഷി എന്ത് ചെയ്തു? അതിന് ചുറ്റുമായിക്കൊണ്ട് ഇങ്ങനെ പറന്നു നടക്കുന്ന അവസ്ഥയുണ്ടായി. അതിന് ചുറ്റും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലയുടെ അടുത്ത് വന്ന് അത് പറന്നു നടക്കുന്ന അവസ്ഥയുണ്ടായി. ഫഖാല, അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അയ്യുക്കും ഫജഅ ഹാദിഹി ബിബീളതിഹാ, ആരാണ് ഇതിന്റെ മുട്ടകളെ എടുത്തത് എന്ന് ചോദിച്ചു, ഇതിൽ നിന്ന് അകറ്റിയത് ആരാണ് എന്ന് ചോദിച്ചു. ഫഖാല റജുലുൻ, അപ്പോൾ ഈ വ്യക്തി പറഞ്ഞു, യാ റസൂലല്ലാഹ് അന അഖദു ബിയവതഹാ, ഞാനാണ് അതിന്റെ മുട്ട എടുത്തതെന്ന് പറഞ്ഞു. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉർദുദ്ഹു റഹ്മതൻ ലഹാ, അതിനോടൊരു കാരുണ്യമായിക്കൊണ്ട് നീ എന്ത് ചെയ്യുക, അത് തിരിച്ച് അവിടെ തന്നെ വെക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അപ്പൊ ആ കിളി അതിന്റെ ഒരു വിഷമം അറിയിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു പരാതി അറിയിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുറ്റും പറന്നു നടന്ന ആ ഒരു സമയത്ത് എന്ത് ചെയ്യുകയാണ്, ഈ നിലയ്ക്ക് ചെയ്യുകയാണ്. അപ്പോൾ മനുഷ്യർക്ക് യഥാർത്ഥത്തിൽ മറ്റു പക്ഷികളുടെ മുട്ടകൾ ഭക്ഷണം എന്ന നിലയ്ക്ക്, പക്ഷികളെയും മൃഗങ്ങളെയും പോലെ തന്നെ ഭക്ഷണം എന്ന നിലയ്ക്ക് അനുവദനീയമായിട്ടുള്ളതാണ്. എന്നാൽ ആ ഒരു ഉദ്ദേശത്തിൽ ഒരു മസ്ലഹത്തിന് വേണ്ടി ഭക്ഷണമായിട്ട് എടുക്കാവുന്നതാണ്. പക്ഷെ ഒരു കാര്യമില്ലാതെ, ഒരു ഉപകാരമില്ലാതെ അതിന് ഉപദ്രവിക്കുന്ന, അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന, അതിന് നാശം വരുത്തുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു പക്ഷിക്കുഞ്ഞിനോടാണെങ്കിലും അത് ചെയ്യരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു സംഭവമാണിത്. അതിനെ തിരിച്ച് അതിന്റെ സ്ഥലത്ത് തന്നെ കൊണ്ടുപോയി വെക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. അടുത്ത ബാബ്, ബാബു അത്തീരി ഫിൽ ഖഫസ്. അത്തീർ ഫിൽ ഖഫസ്, ഒരു പക്ഷി അതിന്റെ കൂട്ടിലാക്കി വെക്കുന്നത്. അഥവാ ഇപ്പൊ നമ്മളൊക്കെ പല ആളുകളെയും വീടുകളിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് പക്ഷികളെ കൂട്ടിലിട്ട് വളർത്തുക എന്നുള്ളത്. നല്ല കാണാൻ ഭംഗിയുള്ള അതുപോലെയുള്ള പലതരത്തിലുള്ള പക്ഷികളെ കൂട്ടിലായി കൊണ്ട് വളർത്താം എന്നുള്ളത്, വളർത്തുന്നത്. അപ്പൊ പല ആളുകൾക്കും സംശയം ഉണ്ടാകും, ദീനിയായിട്ട് ഇസ്ലാമികപരമായിട്ട് ഇത് ശരിയാണോ, ഒരു മൃഗത്തിന്റെ സ്വാതന്ത്ര്യം ഹനിച്ചുകൊണ്ട് കൂട്ടിലിടാൻ പറ്റുമോ, അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ. അപ്പൊ അതിന് തെളിവായിക്കൊണ്ടുള്ള ഒരു സംഭവമാണിത്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖാല, അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ദഖല النبي صلى الله عليه وسلم دخل النبي صلى الله عليه وسلم فرأى ابنا لأبي طلحة يقال له أبو عمير. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് പ്രവേശിക്കുകയാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയായ ഉമ്മു സലൈം റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിച്ച വ്യക്തിയാണ് അബൂ തൽഹ. അതിൽ അബൂ തൽഹക്കുള്ള മകനാണ് ഈ കുട്ടി, അബൂ ഉമൈർ എന്ന കുട്ടിയുടെ കുഞ്ഞത്ത്. അതായത് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ വിവാഹം കഴിച്ചിട്ട്, ഉമ്മയെ അബൂ തൽഹ റളിയല്ലാഹു അൻഹു വിവാഹം കഴിച്ചതിന് ശേഷം അതിൽ ജനിച്ച കുട്ടിയാണ്, അതിൽ അബൂ തൽഹക്ക് ജനിച്ച കുട്ടിയാണ് ഈ അബൂ ഉമൈർ എന്ന കുനിയത്തുള്ള ഈ കുട്ടി. അവർ അനസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ അവരുടെ വീട്ടിലേക്ക് വന്നപ്പോൾ ഈ കുട്ടി ഉണ്ടായിരുന്നു. വകാന ലഹു നുഗൈറുൻ യൽഅബു ബിഹി. ഈ അബൂ ഉമൈർ എന്നുള്ള കുട്ടിക്ക് ഒരു നുഗൈർ എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു പക്ഷി, ആ പക്ഷിയെ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് കൂട്ടിലായിക്കൊണ്ട് ആ കുട്ടിക്ക് ഉണ്ടായിരുന്നു. ആ പക്ഷിയെ കളിപ്പിച്ചുകൊണ്ടും അതിന് ഭക്ഷണം കൊടുത്തും അതിന് വെള്ളം കൊടുത്തൊക്കെ ഈ അബൂ ഉമൈർ കളിപ്പിക്കുമായിരുന്നു. യൽഅബു ബിഹി ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കുട്ടിയെ കണ്ടപ്പോൾ ചോദിച്ചു, യാ അബാ ഉമൈർ, അബൂ ഉമൈർ, മാ ഫഅല ഔ ഐന നുഗൈർ, മാ ഫഅല നുഗൈർ. അബൂ ഉമൈർ എന്ന കുട്ടിയെ കുഞ്ഞിയത്ത് വിളിച്ചിട്ട് പറഞ്ഞു, മാ ഫഅല നുഗൈർ, നിന്റെ ആ ചെറിയ ആ നുഗൈർ കുട്ടി പക്ഷി അതെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഇതൊന്നുകൂടി വിശദമായിട്ടാണ് ഈ സംഭവം. കാരണം ഈ പക്ഷി ചത്തുപോയിട്ട് വല്ലാത്തൊരു വിഷമത്തിലായിരുന്നു ആ കുട്ടി ഇരിക്കുന്നുണ്ടായിരുന്നു. നബിസ്വല്ലല്ലാഹു വീട്ടിലേക്ക് വന്നപ്പോ അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സംഭവം ചോദിക്കുന്നത്. പിന്നീട് ഈ കുട്ടി കുറച്ച് കഴിഞ്ഞ് മരണപ്പെടുകയും, രോഗം വന്ന് രോഗം മൂർച്ഛിച്ച് മരണപ്പെടുകയും ആ കുട്ടിയെ കഫൻ ചെയ്തിട്ട് ഉമ്മു സലൈം റളിയല്ലാഹു അൻഹ മറ്റൊരു റൂമിലാക്കിയിട്ടാണ് അബൂ തൽഹ രാത്രി യാത്ര കഴിഞ്ഞ് വന്നിട്ട് നല്ല ഭക്ഷണവും ഭർത്താവിനെ നല്ല രീതിയിൽ സന്തോഷിപ്പിച്ച് പറഞ്ഞ സംഭവമൊക്കെ നമുക്കറിയാം. വേറെ ഹദീസ്, അത് ഈ കുട്ടി മരണപ്പെട്ടിട്ടാണ്, ഈ അബൂ ഉമൈർ എന്നുള്ള കുട്ടി മരണപ്പെട്ടിട്ടാണ്. ഈ പക്ഷി മരിച്ചു കഴിഞ്ഞിട്ട് എന്തോ ഒരു രോഗം മൂർച്ഛിച്ച് കഴിഞ്ഞിട്ടാണ്, ഈ പക്ഷി ചത്തതിന് ശേഷം രോഗം മൂർച്ഛിച്ചിട്ടാണ് ഈ കുട്ടി മരണപ്പെടുന്നത്. ഒക്കെ ഇതിന്റെ ബാക്കിയായിട്ടുള്ള സംഭവമാണ്. അപ്പൊ ഇവിടെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
ആ കുട്ടി കൂട്ടിലാക്കി വളർത്തിക്കൊണ്ടിരുന്ന ആ പക്ഷിക്കുഞ്ഞിനെ കുറിച്ച് നല്ല സന്തോഷത്തോടുകൂടി എന്തുണ്ട് ആ കിളിയുടെ വിശേഷം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത്. അപ്പൊ ഈ ഹദീസിൽ നിന്ന് ഉലമാക്കൾ പറയാനുള്ള കാര്യമാണ്, ഒരാൾക്ക് എന്ത് ചെയ്യാം, പക്ഷികളെ കൂട്ടിലിട്ട് വളർത്തുകയും എല്ലാം അനുവദനീയമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ എന്ത് വേണം, അതിന് ഭക്ഷണവും അതിന് വെള്ളവും അതുപോലെ അതിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഭക്ഷണം തന്നെ, ഭക്ഷണവും വെള്ളവും കൃത്യമായി നൽകുന്ന അവസ്ഥയിൽ പക്ഷികളെയോ അല്ലെങ്കിൽ വളർത്താൻ അനുവദനീയമായിട്ടുള്ള മൃഗങ്ങളെയോ ഒരു മുസ്ലിമിന് വളർത്താവുന്നതാണ്. അടുത്ത ബാബ് യുൻമി ഖൈറൻ ബൈനൻ നാസ്. മൃഗങ്ങളുമായിട്ടുള്ള കാരുണ്യം കാണിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞു. അടുത്ത ബാബിൽ പറയുന്നത് ജനങ്ങൾക്കിടയിൽ ഖൈർ ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള, ജനങ്ങൾക്കിടയിൽ നന്മയുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ളതാണ്. عن حميد بن عبد الرحمن أن أمه أم كلثوم ابنة عقبة بن أبي معيط أخبرته أنها سمعت رسول الله صلى الله عليه وسلم يقول. حميد بن عبد الرحمن أديهت الأمية أم كلثوم ابنة عقبة بن أبي معيط എന്ന സഹാബിയുടെ മകളായിട്ടുള്ള ഉമ്മു കുൽസൂം സഹാബി വനിതയാണ്. അവർ അറിയിച്ചതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് കേട്ട് അവർ അറിയിച്ചതായിട്ട് ഇദ്ദേഹം പറയുന്ന ഒരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ലൈസൽ കദ്ദാബു അല്ലദീ യുസ്ലിഹു ബൈനൻ നാസ്. ജനങ്ങളെ ഇടയിൽ നന്മയുണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ ഒരു സുൽഹ് ഉണ്ടാക്കാൻ വേണ്ടി രണ്ടാളുകൾ പിരിഞ്ഞു നിൽക്കുകയാണ്, അല്ലെങ്കിൽ രണ്ട് കൂട്ടർ തെറ്റി നിൽക്കുകയാണ്, കുടുംബക്കാർ തെറ്റി നിൽക്കുകയാണ്, അവരെ യോജിപ്പിക്കാൻ വേണ്ടി, അവരെ ഒത്തുതീർപ്പാക്കാൻ വേണ്ടി, അവരിൽ സുൽഹ് ഉണ്ടാക്കാൻ വേണ്ടി ഒരാൾ എന്തെങ്കിലും ഒരു കളവ് പറയുകയാണെന്ന് വെക്കുക. അങ്ങനെ പറഞ്ഞാൽ അവനൊരു കള്ളനാകുന്നില്ല, അഥവാ കളവ് പറഞ്ഞവനാകുന്നില്ല. ഫയഖൂലു ഖൈറൻ ഔ യൻമി ഖൈറൻ. അവൻ ഒരു നന്മയാണ് അവിടെ പറയുന്നത്, അവരൊരു നന്മയാണ് അവിടെ ഉണ്ടാക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഖാലത്ത്, ഈ ഉദ്ധരിച്ച ഈ സഹാബി വനിത പറയാണ്, വലം അസ്മഅഹു യുറഖിസു ഫീ ഷൈഇൻ മിമ്മാ യഖൂലു അന്നാസ് ബിൽ കദിബ്. ആ സഹാബി വനിത പറയാണ്, ഞാൻ കേട്ടിട്ടില്ല ജനങ്ങൾ കളവാണ് എന്ന് പറയുന്ന വിഷയങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇളവ് നൽകിയ ഒന്നും ഞാൻ കേട്ടിട്ടില്ല, ഇല്ലാ ഫീ സലാസിൻ, മൂന്ന് കാര്യങ്ങളില്ലാതെ. മൂന്ന് കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കളവിന് ഇളവ് നൽകിയിട്ടുള്ളത്. ഒന്ന് അൽ ഇസ്ലാഹ് ബൈനൻ നാസ്, ജനങ്ങൾക്കിടയിൽ അൽ ഇസ്ലാഹ് ബൈനൻ നാസ്, ജനങ്ങൾക്കിടയിൽ സുൽഹ് ഉണ്ടാക്കാൻ. വഹദീസു റജുൽ ഇംറഅതഹു, ഒരാൾ തന്റെ ഭാര്യയോട് സ്നേഹബന്ധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വാക്കുകൾ. വഹദീസിൽ മർഅതി സൗജഹ, ഒരു സ്ത്രീ അതുപോലെ ഭർത്താവിനോട് പറയുന്ന സ്നേഹം ഇഷ്ടമുണ്ടാക്കാനുള്ള വാക്കുകൾ. ഈ മൂന്നെണ്ണത്തിലൊഴികെ കളവിനെ അനുവദനീയമായിട്ടുള്ളത് അല്ലെങ്കിൽ അതിനൊരു ഇളവ് നൽകിയതായി കണ്ടിട്ടില്ല എന്ന് ഈ സ്ത്രീ പറയുകയാണ്. വേറെ ചില ഹദീസിൽ മൂന്നെണ്ണമായി പറയുന്നതിൽ ഒന്നാമത്തേത് യുദ്ധ സന്ദർഭത്തിൽ എന്ന് വന്നിട്ടുള്ളതായിട്ടും കാണാം. ഇവിടെ ഈ ഹദീസിന്റെ ആശയം ഒന്നാമത്തെ ഭാഗമാണ് നമ്മുടെ ഈ ബാബുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യം. അതായത് മുസ്ലിമീങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടാവുക എന്നുള്ളത് ഇപ്പോൾ ഒരു കുടുംബത്തിലോ അയൽപക്ക ബന്ധത്തിലോ അല്ലെങ്കിൽ ഒരു പരസ്പരം മുസ്ലിമീങ്ങളുള്ള സൗഹൃദ ബന്ധത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങളും പരസ്പരം ഭിന്നിപ്പിക്കുകയും അല്ലെങ്കിൽ പരസ്പരം തെറ്റി നിൽക്കുന്ന അവസ്ഥയും പരസ്പരം പ്രശ്നങ്ങളൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാവും. അപ്പൊ ചില ആളുകൾ അവർ സ്വയം മനസ്സിലാക്കിക്കൊണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ തയ്യാറാവും. ഒരു ഭാര്യ ഭർത്താവാണെങ്കിലും സഹോദരന്മാരാണെങ്കിലും മാതാപിതാക്കളും മക്കളാണെങ്കിലും ഒക്കെ എല്ലായിടത്തും ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ ഒരു വ്യക്തി അവർക്കിടയിൽ സംസാരിച്ചുകൊണ്ട് ഒരു മധ്യസ്ഥനായി നിന്നുകൊണ്ട് സുൽഹാക്കാൻ നിൽക്കുകയാണ് എന്ന് വിചാരിക്കുക. അതെങ്ങനെയെങ്കിലും ഒന്ന് യോജിപ്പിക്കണം, അവരിടയിലുള്ള പ്രശ്നങ്ങൾ തീർക്കണം, ആ ഒരു ഉദ്ദേശത്തോടു കൂടി ഒരാൾ ഒരുങ്ങി നിൽക്കുകയാണ്. ആ ഒരു പ്രശ്നം തീർക്കാൻ വേണ്ടി, ആ ബന്ധം നല്ല രീതിയിലാക്കാൻ വേണ്ടി, സുൽഹാക്കാൻ വേണ്ടി കളവ് പറഞ്ഞാൽ, എന്തെങ്കിലും ഒരു കാര്യം പറയാണ്, എന്തെങ്കിലും ഒരു കളവ് പറഞ്ഞിട്ടെങ്കിൽ ആ ബന്ധം സുൽഹാക്കാൻ വേണ്ടി ഒരാൾ ശ്രമിക്കുകയാണ്. കളവ് പറഞ്ഞാൽ വലിയൊരു കളവ് അതല്ല ഉദ്ദേശം. അവിടെ ആ പ്രശ്നം ഒന്ന് സോൾവ് ആക്കാൻ വേണ്ടി സംസാരിക്കുന്ന വാക്കുകളിൽ ആ കളവ് പറഞ്ഞാൽ അത് ഒരു കളവായി പരിഗണിക്കുകയില്ല, അത് ഇളവ് നൽകിയിട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ് ഈ ഹദീസിലൂടെ പറയുന്നത്. അതൊരു ഹൈറായിട്ടുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്, ഈ ഹൈറാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നാണ് ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം പറഞ്ഞ രണ്ട് കാര്യങ്ങൾ എന്താണ്?
ഒരു സ്ത്രീ അഥവാ ഒരു ഭാര്യ ഭർത്താവിനോടോ ഭർത്താവ് ഭാര്യയോടോ പറയുന്ന ഇഷ്ടം വർദ്ധിക്കാനുള്ള വാക്കുകൾ. ഉദാഹരണത്തിന് ഒരാൾ ഭാര്യയോട് പറയാണ്, പിന്നെ നീയാണ് ഞാൻ കണ്ടതിൽ ഏറ്റവും സുന്ദരിയായിട്ടുള്ള സ്ത്രീ, അല്ലെങ്കിൽ നിന്നോടല്ലാതെ നിന്നോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം, അങ്ങനെയുള്ള ഇഷ്ടം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ ഭാര്യ ഭർത്താവിനോടോ ഭർത്താവ് ഭാര്യയോടോ പറഞ്ഞാൽ അത് കളവായി പരിഗണിക്കയില്ല എന്ന നിലക്ക് എന്ത് ചെയ്യാം, പറയാവുന്നതാണ് എന്നാണ്. ഇവിടെ ഉലമാക്കൾക്കിടയിൽ ഈ ഹദീസിന്റെ വിഷയത്തിൽ ഒരു ചർച്ചയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തമായ കളവ് തന്നെ പറയാവുന്നതാണ് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഒന്നുകൂടി സൂക്ഷ്മമായിട്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞത് ഇവിടെ കളവല്ല ഉദ്ദേശം, തൗരിയ മാത്രമാണ് ഉദ്ദേശിക്കുന്നത് എന്ന്. തൗരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശരിയെ മറച്ചു വെക്കുന്ന രീതിയിൽ ചില വാക്കുകൾ പറയുന്നതിനാണ് അത്തൗരിയ എന്ന് പറയുക. അത്തൗരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയെ മറച്ചു വെക്കുന്ന രീതിയിൽ പറയുന്നതിനാണ്. ഉദാഹരണം പറഞ്ഞാൽ ഖുർആനിൽ തന്നെ ചില സംഭവങ്ങൾ കാണാൻ സാധിക്കും. ഇപ്പോ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ആളുകളൊക്കെ ഒരു ആഘോഷത്തിന് പോകുന്ന സന്ദർഭത്തിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പോയില്ല. കാരണം ആ വിഗ്രഹങ്ങളെ അതിനെ തകർക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് അപ്പൊ എന്താണ് ആ ആഘോഷത്തിന് ഉത്സവത്തിന് വരുന്നില്ല എന്നുള്ള നിലക്ക് ചോദിച്ചപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞ വാക്കുണ്ട്, ഇന്നി സഖീമുൻ, ഞാൻ രോഗിയാണ് എന്നുള്ളത്. അപ്പൊ യഥാർത്ഥത്തിൽ ഇബ്രാഹിം നബി രോഗമുണ്ടോ? രോഗമല്ല. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് അവിടെ രോഗമില്ല. പക്ഷെ അത് പറയാനുള്ള കാരണം, അതുകൊണ്ട് ഉദ്ദേശിച്ചത് ചില മുഫസ്സിരീങ്ങൾ ഇത് തൗരിയാണെന്ന് പറഞ്ഞുകൊണ്ട് വിശദീകരിച്ചത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് ആളുകൾ, തന്റെ കുടുംബവും തന്റെ പിതാവും തന്റെ നാട്ടുകാരും ഒക്കെ ഷിർക്കിലായതുകൊണ്ട് തന്റെ ഖൽബിന് അതിന്റെ ഒരു വിഷമം ബാധിച്ചിട്ട് ഒരു രോഗമായിട്ടുണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞത് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊരു സംഭവം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിൽ തന്നെ കാണുന്നതാണ്. സാറാ ബീവിയോടൊപ്പം യാത്ര പോകുന്ന സന്ദർഭത്തിൽ ഈജിപ്തിൽ വെച്ച് ഒരു രാജാവ് പിന്നെ ആരാണ് എന്ന് ചോദിക്കുന്നുണ്ട്, ഈ സാറാ ബിവി ആരാണ് എന്നുള്ളത്. അപ്പൊ തന്റെ ഭാര്യയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പിടിച്ചു വെക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുമെന്നുണ്ടായപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം എന്ന് പറഞ്ഞിട്ടുണ്ട്, എന്റെ സഹോദരിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സഹോദരി എന്നുള്ളത് മനുഷ്യർ എന്ന നിലക്കുള്ള സഹോദരിയാണ് എന്ന അർത്ഥത്തിലാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു കാണാം. അപ്പൊ ഒരു ശരിയെ വേറൊരു രീതിയിൽ മറച്ചു വെച്ച് അവതരിപ്പിക്കുന്നതിനാണ് അത്തൗരിയ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെയും അതുപോലെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിലും ഇങ്ങനെ ചില കാര്യങ്ങൾ കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിൽ സൂറത്ത് യൂസുഫിലെ 70-ാമത്തെ ആയത്തിൽ തന്റെ സഹോദരന്റെ ഭാണ്ഡത്തിൽ യൂസുഫ് നബി അലൈഹി ഇസ്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, ആ അളവ് പാത്രം വെച്ചു പോയിട്ടുണ്ട്. അപ്പൊ അവരെ വിളിച്ചു പറഞ്ഞപ്പോൾ വിളിച്ചു പറയുന്ന ആള് വിളിച്ചു പറഞ്ഞത് നിങ്ങളാണ് കള്ളന്മാർ എന്ന നിലക്ക് പറഞ്ഞത് കാണാം. അപ്പൊ ഈ നിലക്കുള്ള ഉപയോഗമാണ് അത് എന്ന നിലക്ക് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അതായത് ഒന്ന് ശരിയായിട്ടുള്ള ഒരു കളവ് എന്ന രീതിയിൽ തന്നെ പറയാം എന്ന് പറഞ്ഞവരുമുണ്ട്. അതല്ല, തൗരിയയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തൗരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സത്യത്തെ മൂടി വെച്ചുകൊണ്ട് അതിനെ വ്യക്തമായൊരു കളവല്ലാത്ത രീതിയിൽ അവതരിപ്പിക്കുന്നതിനാണ് തൗരിയ എന്ന് പറയുന്നത്. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശമെന്നും പറഞ്ഞത് കാണാം. അപ്പൊ അതൊക്കെ ഒരു സന്ദർഭം അനുസരിച്ച് അവിടെ ഒരു ഇസ്ലാഹും നന്മയും ഉണ്ടാവുക എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രമായിരിക്കണം അത് പറയേണ്ടത്. പക്ഷെ ഒരിക്കലും അങ്ങനെ ഒരു വാക്ക് പറഞ്ഞതിന്റെ പേരിൽ പിന്നീട് വലിയൊരു പ്രശ്നം ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടാകാനും പാടില്ല. അത് വളരെ ഹിക്മത്തോടു കൂടി ഈ സുൽഹ ഉണ്ടാക്കുന്ന ആളുകളുടെ മേലെ അനുവദനീയമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. അടുത്ത ബാബുല യസ്ലുഹുൽ കദിബ്. അപ്പോ കളവ് അനുവദനീയമായിട്ടുള്ള ഒരു മേഖലയാണ് സുൽഹ ഉണ്ടാക്കുന്നിടത്ത് എന്ന് പറഞ്ഞതോടൊപ്പം തന്നെ ആ കളവിന്റെ ഗൗരവത്തെ അല്ലാത്ത രീതി അതാരെങ്കിലും എടുത്തിട്ട് ഞാൻ കളവ് ഇങ്ങനെ പറയാം അല്ലെങ്കിൽ എപ്പോഴും കളവ് പറയാം എന്നുള്ള നിലയ്ക്ക് ആരെങ്കിലും എടുക്കുന്നുണ്ട് എങ്കിൽ അതിന്റെ ഗൗരവത്തെ അറിയിക്കാൻ വേണ്ടി അടുത്ത ഹദീസ് ഇമാം ബുഖാരി കൊടുത്തിരിക്കുകയാണ്. عن عبد الله وابن مسعود رضي الله عنه عن النبي صلى الله عليه وسلم قال ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈക്കും ബിസ്സുദ്ഖ, നിങ്ങൾ സത്യസന്ധരാവുക, സത്യസന്ധതയുള്ളവരാവുക. ഫഇന്ന അസ്സുദ്ഖ യഹ്ദി ഇലൽ ബിർ, കാരണം തീർച്ച ആ സത്യസന്ധത നിങ്ങളെ പുണ്യത്തിലേക്ക് നയിക്കും.
വഇന്നൽ ബിർറ യഹ്ദി ഇലൽ ജന്ന, ആ പുണ്യം നിങ്ങളെ സ്വർഗ്ഗത്തിലേക്കും നയിക്കും. വഇന്ന റജുല യസ്ദുഖു ഹത്താ യുക്തബു ഇൻദല്ലാഹി സിദ്ദീഖ, ഒരു വ്യക്തി അവൻ സത്യം പറയുന്നവനാകും. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ സത്യം പറഞ്ഞ് സത്യസന്ധത കാണിച്ച് ജീവിച്ച് അള്ളാഹുവിന്റെ അടുക്കൽ അവൻ സിദ്ദീഖാണ് എന്ന് അറിയപ്പെടുന്ന ഒരവസ്ഥ വരെ. എന്നിട്ട് പറഞ്ഞു വഇയ്യാകും വൽ കദിബ്, കളവിനെ നിങ്ങൾ സൂക്ഷിക്കണം, കാപട്യത്തെയും കളവിനെയും നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്നൽ കദിബ യഹ്ദി ഇലൽ ഫുജൂർ, തീർച്ച കളവ് എന്നുള്ളത് തെമ്മാടിത്തരത്തിലേക്ക് നയിക്കും. വൽ ഫുജൂർ യഹ്ദി ഇലൻ നാർ, ആ തെമ്മാടിത്തരങ്ങൾ നരകത്തിലേക്ക് നയിക്കും. വഇന്ന റജുല ലയക്ദിബു ഹത്താ യുക്തബ ഇൻദല്ലാഹി കദ്ദാബ, ഹത്താ യുക്തബ ഇൻദല്ലാഹി സിദ്ദീഖ എന്നാണ് ഞാൻ വായിച്ചത്, തെറ്റിയ സംശയമുണ്ട്. ഹത്താ യുക്തബ ഇൻദല്ലാഹി കദ്ദാബ, അവന്റെ അള്ളാഹുവിന്റെ അടുക്കൽ അവൻ ഒരു കള്ളനാണ്, കപടനാണ്, കളവ് പറയുന്നവനാണ് എന്ന് രേഖപ്പെടുത്തുന്നത് വരെ. രണ്ട്, ഈ മനുഷ്യരെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുന്നത് തന്നെ അവരുടെ സിദ്ഖിനെയും കദിബിനെയും വേർതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സിദ്ഖ് എന്ന് പറഞ്ഞാൽ ഖൽബിൽ ഒരു സിദ്ഖുണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് കാണിക്കേണ്ടത്. നാവിൽ ഒരു സിദ്ഖുണ്ട്, അഥവാ നമ്മുടെ സംസാരത്തിൽ സത്യസന്ധത കാണിക്കുക എന്നുള്ളത്. സത്യം പറയുക എന്നതിനപ്പുറത്തേക്ക്, സത്യം പറയുക എന്നുള്ളത് ഉദ്ദേശമാണ്, പക്ഷേ സത്യസന്ധനായി ജീവിക്കുക എന്നുള്ളത് ഒന്നുകൂടി അതിനേക്കാൾ ആഴത്തിലുള്ള ഒരു കാര്യമാണ്. ഒരു കാരണവശാലും ഒരു മുസ്ലിമിന്റെ നാവിൽ നിന്ന്, ഇപ്പൊ നേരത്തെ പറഞ്ഞ ഐലോ നൽകിയ അതുപോലെയുള്ള രണ്ടോ മൂന്നോ കാര്യങ്ങൾ അതിന്റെ ഒരു സാഹചര്യ സന്ദർഭത്തിലും അല്ലാതെ എന്തൊരു കാര്യത്തിലും കളവ് പറയുന്നവനായിട്ട് ഒരു മുസ്ലിം ആകാൻ പാടില്ല. എന്ത് വലിയ നഷ്ടം വരുന്നതാണെങ്കിലും നമ്മുടെ ജീവൻ തന്നെ പോകുന്നതാണെങ്കിലും കളവ് പറയുന്ന, അഥവാ വ്യക്തമായ ഒരു കളവ് പറയുന്ന, കളവിന് കൂട്ടുനിൽക്കുന്ന, കളവിന് സാക്ഷ്യം വഹിക്കപ്പെടുന്ന ഒരവസ്ഥയിൽ ഒരു മുസ്ലിം ആകാൻ പാടില്ല. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ സത്യസന്ധത, സത്യം പറയുക എന്നുള്ളതൊക്കെ സ്വർഗത്തിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന, അതിലേക്ക് വഴിയൊരുക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ അതിനെതിരായിട്ടുള്ള കളവോ, കാപട്യം കാണിക്കുക, കളവ് പറയുന്നവനാവുക, അതുപോലെ ആ കളവിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുക, അത് തെമ്മാടിത്തരങ്ങളിലേക്കും പിന്നീട് അത് നരകത്തിലേക്കുമായിട്ട് എത്തുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. അപ്പൊ നോക്കൂ, ഈ ഹദീസിൽ പറഞ്ഞത് അള്ളാഹുവിന്റെ അടുക്കൽ നമ്മെ പറ്റി രേഖപ്പെടുത്തുന്നതാണ്. ഒന്ന് സിദ്ദീഖ് എന്നുള്ളത്, മനുഷ്യന് ഈ ഒരു ഭൂമിയിൽ അള്ളാഹുവിന്റെ അടുക്കൽ നേടാൻ സാധിക്കുന്ന ഏറ്റവും ഉന്നതമായ പദവിയാണ് സിദ്ദീഖ് എന്നുള്ളത്. രണ്ട്, കദ്ദാബ് എന്നുള്ള അവസ്ഥയാണ്, കള്ളനും കപടനുമായിട്ടുള്ള ഒരാൾ എന്നുള്ള അവസ്ഥയാണ്. ഒരിക്കലും ഒരു മുസ്ലിം കളവ് പറയുന്ന, കളവിന് കൂട്ടുനിൽക്കുന്ന, കളവിന് സാക്ഷ്യം വഹിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല ഏത് തരത്തിലും. അത് നമ്മുടെ പഠിക്കുന്ന ഇതുപോലെയുള്ള പഠിക്കുന്ന സന്ദർഭത്തിലായാലും, വീട്ടിലാണെങ്കിലും, ഇനി കച്ചവടത്തിലാണെങ്കിലും, അല്ലെങ്കിൽ ജോലിയിലാണെങ്കിലും, ഒരു സ്ഥലത്തും ഈ ഒരു രീതിയിൽ ഒരു മുസ്ലിം ആകാൻ പാടില്ല. സത്യസന്ധനാണോ, സത്യം പറയുന്നുവോ, അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒപ്പം ഉണ്ടാകുന്ന അവസ്ഥയുണ്ടാകും. عن عبد الله وابن مسعود رضي الله عنه قال, ابن مسعود رضي الله عنه തന്നെ ഇതേ അർത്ഥത്തിലുള്ള മറ്റൊരു ഹദീസാണ്. لا يصلح الكذب في جد ولا هزل, കാര്യമായിട്ടോ തമാശയായിട്ടോ കളവ് ഉണ്ടാകാൻ പാടില്ല, കളവ് പറയാൻ പാടില്ല. ولا يعد احدكم ولده شيئا ثم لا ينجز له, എത്രത്തോളം ഒരാൾ അവന്റെ കുട്ടിക്ക് എന്തെങ്കിലും ഒരു വാഗ്ദാനം ചെയ്യാണ്, എന്നിട്ട് അത് നടപ്പിലാക്കാതിരിക്കുന്ന പോലും ചെയ്യാൻ പാടില്ല എന്ന് പറയാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം. അതായത് ഒരു തരത്തിലും കാര്യമായിട്ടോ തമാശയായിട്ടോ കളവുണ്ടാകാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഒരു ഉദാഹരണം പറയാണ്. ഒരാൾ അവന്റെ കുട്ടിയോട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാം, അല്ലെങ്കിൽ വാങ്ങിത്തരാം, അല്ലെങ്കിൽ എന്തെങ്കിലും ആക്കാം എന്ന് പറഞ്ഞിട്ട് അത് പൂർത്തീകരിക്കാതിരിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഇതേ ആശയത്തിലുള്ള മറ്റൊരു സംഭവം ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായത്. അബ്ദുല്ലാഹ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു പറയാണ്, അദ്ദേഹം ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉണ്ട്. അപ്പൊ അദ്ദേഹം കുട്ടിയാണ്. അപ്പൊ ആ കുട്ടിയായിരുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ ഉമ്മ പിന്നെ അവരുടെ വീട്ടിൽ അതിഥിയായിട്ട്, ആമിർ റളിയല്ലാഹു അൻഹു വീട്ടിലായിട്ട് അതിഥിയായിട്ട് വിശ്വാസമുണ്ട്. അപ്പൊ ഈ കുട്ടിയായിട്ടുള്ള അബ്ദുള്ളയെ ഉമ്മ വിളിക്കുകയാണ്. വിളിച്ചത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹാ തആലു അതീക്, നീ ഇങ്ങോട്ട് വാ, ഞാൻ നിനക്ക് നൽകാം എന്ന് പറഞ്ഞുകൊണ്ടാണ് വിളിക്കുന്നത്. നീ ഇങ്ങോട്ട് വാ, ഞാൻ നിനക്കൊരു കാര്യം തരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ചെറിയ കുട്ടിയെ വിളിക്കുന്നത്.
അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, വമാ അറത്തി അൻ തുഅതിയ, നീ എന്ത് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്? അവൻ എന്താണ് നീ കൊടുക്കാൻ പോകുന്നത് ചോദിച്ചു. അപ്പൊ സ്ത്രീ പറഞ്ഞു, ഉഅതിയഹു തംറൻ, ഞാൻ അവന് ഈത്തപ്പഴം കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ ഈത്തപ്പഴമാണ് കൊടുക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമാ ഇന്നകി ലൗ ലം തുഅതീഹി ഷൈഅൻ, നീ ആ തരാമെന്ന് പറഞ്ഞിട്ട് ആ ചെറിയ കുട്ടിയെ വിളിച്ചു വരുത്തിയിട്ട് നീ ഒന്നും കൊടുത്തിട്ടില്ല എങ്കിൽ കുതിബത് അലൈക കദ്ബതൻ, നിന്റെ മേലെ അതൊരു കദ്ബത്തുൻ, അത് നിന്റെ മേലൊരു കളവായിട്ട് രേഖപ്പെടുത്തും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാം. അപ്പൊ ആലോചിച്ച് നമ്മളൊക്കെ ചിലപ്പോ തമാശക്ക് കാണിക്കുന്ന ഒരു കാര്യമായിരിക്കും കുട്ടികളെ ഇതുപോലെയുള്ള എന്തെങ്കിലും തരാമെന്ന് പറഞ്ഞ് വിളിച്ച്, അല്ലെങ്കിൽ ഇന്നത് ഞാൻ വാങ്ങിത്തരാമെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ആ തരത്തിലൊക്കെ ചെയ്തിട്ട്, കാരണം കുട്ടികൾ ആ സമയത്ത് നമ്മൾ അനുസരിക്കാനോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞത് കേൾക്കാനോ അതിനൊക്കെ വേണ്ടി ചെയ്യുന്നതായിരിക്കും. പക്ഷെ അങ്ങനെ ചെയ്തിട്ട് അത് കൃത്യമായ ഒരു ഉദ്ദേശത്തോടു കൂടി അല്ലാതെ നൽകാമെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും നൽകണം. അപ്പൊ അങ്ങനെ ഇല്ലാതെ അത് ആ കുട്ടിയോട് കാണിക്കുന്നത് പോലും അത് കളവാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ പഠിപ്പിക്കുകയാണ്. ഇവിടെ ഇതൊരു വലിയ തർബിയത്തിന്റെ മേഖല കൂടിയുണ്ട്. കാരണം ഒരു കുട്ടി ഇത് ശീലിച്ച് വളരുകയാണ് എങ്കിൽ, ഒരു ഉമ്മയോ ഉപ്പയോ ഇങ്ങനെ കുട്ടിയോട് സംസാരിച്ച് ഇങ്ങനെ കളവുകൾ പറഞ്ഞ് അത് പൂർത്തീകരിക്കാതെ കുട്ടിക്ക് അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കുട്ടി പഠിക്കുന്ന ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാളെങ്ങനെ പറ്റിക്കാം, കളവ് പറയാം, അത് കുഴപ്പമില്ല, എന്റെ ഉപ്പയും ഉമ്മയോ അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഞാൻ അങ്ങനെയാണ് വളർന്നിട്ടുള്ളത് എന്നാ കുട്ടി പഠിക്കുകയാണ്. ആ കുട്ടിയുടെ ജീവിതത്തിലും കളവിനോട് താല്പര്യവും കളവിനോടുള്ള ഒരു ഗൗരവമില്ലായ്മയും ഉണ്ടാകാനും അത് കാരണമാകും. അപ്പൊ ഈ ഹദീസ് എന്ന് മനസ്സിലാക്കേണ്ടത്, തമാശയാവട്ടെ കാര്യമാകട്ടെ, കളവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. പറയുന്നതും പ്രവർത്തിക്കുന്നതും അതിന് കൂട്ടു നിൽക്കുന്നതിനും അതിന് സാക്ഷ്യം നിൽക്കുന്നതും ഒന്നും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ല. ഈ കുട്ടിയോട് ഇത്ര ഗൗരവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിനേക്കാൾ ഗൗരവത്തിലുള്ള നമ്മുടെ കച്ചവടത്തിലോ ജോലിയിലോ കുടുംബത്തിലോ സമൂഹത്തിലോ ഒരിക്കലും ഒരു മുസ്ലിമിന്റെ ഭാഗത്ത് നിന്ന് ഈ തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അതില്ലാതെ അവൻ സൂക്ഷിക്കുകയും വേണം. അടുത്ത ഹദീസ് ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം എടുക്കാം, കുറച്ച് വിശദീകരിക്കാനുണ്ട്. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.